എല്ലാവർക്കും തന്നെ ആക്ഷൻ കട്ട് ഡ്രാമയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ധനുഷ് തന്നെ സംവിധാനം ചെയ്ത് ധനുഷ് നായകനായി വരികയും ധനുഷിന്റെ കരിയറിലെ 50ാമത്തെ സിനിമയാണ് രായൻ. ഇന്നലെ ആയിരുന്നു സിനിമ തിയേറ്ററിലൂടെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സിനിമയിൽ എസ് സൂര്യയാണ് പ്രധാന വില്ലനായി എത്തുന്നത്. സിനിമയ്ക്ക് മ്യൂസിക് ഒക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നത് AR റഹ്മാനാണ്. എബോവ് ആവറേജ് റിവ്യൂസ് ഒക്കെ പുറത്തു വന്ന രായൻ എന്ന സിനിമ തമിഴ്നാട്ടിൽ ഇൻഡസ്ട്രിയിലെ മറ്റൊരു ബ്ലോക്ക് ബസ്റ്ററായി മാറിയിരിക്കുകയാണ്. സിനിമയുടെ ആദ്യ ദിന ബോക്സ് ഓഫീസ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് തമിഴ്നാട്ടിൽ നിന്നും മാത്രമായിട്ട് ഏകദേശം 11 കോടി രൂപയ്ക്ക് അടുത്ത് കളക്ഷൻ നേടാൻ സാധിച്ചു. സിനിമയുടെ മറ്റ് സംസ്ഥാനത്തിലെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്നും 1 കോടി രൂപയ്ക്ക് അടുത്ത് കളക്ഷനും ആന്ധ്രാപ്രദേശിൽ നിന്നും 2 കോടി 60 ലക്ഷം രൂപയ്ക്ക് അടുത്ത് കളക്ഷനും ഇനി കർണാടകയിൽ നിന്നും 1 കോടി 80 ലക്ഷത്തിനടുത്തും കളക്ഷൻ നേടാൻ സാധിച്ചെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. മാത്രമല്ല ഓവർസീസ് കളക്ഷൻ റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് 6 കോടി രൂപയ്ക്ക് അടുത്ത് കളക്ഷൻ നേടാൻ സാധിച്ചിട്ടുണ്ട്. വേൾഡ് വൈഡ് ആയിട്ട് രായൻ എന്ന സിനിമയ്ക്ക് ആദ്യ ദിനം 22 കോടി രൂപയ്ക്ക് അടുത്ത് കളക്ഷൻ നേടാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. കോളിവുഡ് ഇൻഡസ്ട്രിയിലെയും ധനുഷിന്റെയും അടുത്ത 100 കോടി പടമാണ് രായൻ എന്ന സിനിമ. അപ്പോൾ കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് അപ്ഡേറ്റിന് വേണ്ടി. അടുത്തൊരു ബോക്സ് ഓഫീസ് കളക്ഷൻ അപ്ഡേറ്റ് ആയിട്ട് നോക്കാൻ പോകുന്നത് ഇന്നലെ റിലീസ് ചെയ്ത ലാലേട്ടന്റെ ദേവദൂതൻ എന്ന സിനിമയുടേതാണ്. 2000 വർഷത്തിൽ ഇറങ്ങി തിയേറ്ററിൽ പരാജയമായ സിനിമ ഇപ്പോൾ ഇതാ തിയേറ്ററിൽ ഗംഭീര ബോക്സ് ഓഫീസ് കുതിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുറത്തുവരുന്ന ട്രാക്കസ് റിപ്പോർട്ടുകൾ പറയുന്നത് ലാലേട്ടന്റെ ദേവദൂതൻ എന്ന സിനിമ ആദ്യ ദിനം 50 ലക്ഷം രൂപയ്ക്ക് അടുത്ത് കളക്ഷൻ നേടിയെന്നാണ്. ഇന്നും നാളെയും അവധി ആയതുകൊണ്ട് തന്നെ സിനിമ 1 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുമെന്ന് റിപ്പോർട്ടുകൾ കൺഫേം ചെയ്തിട്ടുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ റിലീസ് ചെയ്ത ആസിഫ് അലിയുടെ ലെവൽ ക്രോസ് എന്ന സിനിമയ്ക്ക് പോലും 50 ലക്ഷത്തിനടുത്ത് കളക്ഷൻ നേടാൻ സാധിച്ചിട്ടില്ല. ഇതൊരു റീ റിലീസ് സിനിമയാണ് എങ്കിൽ പോലും 50 ലക്ഷത്തിനടുത്ത് കളക്ഷൻ നേടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ലാലേട്ടന്റെ മറ്റൊരു വിജയം തന്നെയാണ്. ഇന്നലെ റിലീസ് ചെയ്ത മാർവൽ സിനിമയായിരുന്നു ഡെഡ്പൂൾ ആൻഡ് വോൾവേറിൻ. പ്രീ സെയിൽസ് കളക്ഷൻ കൊണ്ട് മാത്രം നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 90 ലക്ഷത്തിനടുത്ത് കളക്ഷൻ നേടിയ സിനിമയാണ്. സിനിമയുടെ ആദ്യ ദിന ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് 20 കോടിക്ക് അടുത്ത് കളക്ഷൻ നേടാൻ സാധിച്ചിട്ടുണ്ട്. ആസിഫ് അലി, അമല പോൾ, ഷർഫുദ്ദീൻ എന്നിവരൊക്കെ പ്രധാന വേഷത്തിലെത്തിയ ഏറ്റവും പുതിയ മലയാള സിനിമയായിരുന്നു ലെവൽ ക്രോസ്. സിനിമയ്ക്ക് ആദ്യ ദിനം 50 ലക്ഷത്തിന് താഴെ കളക്ഷൻ നേടാൻ സാധിച്ചിട്ടുള്ളൂ. അതിനുശേഷമാണ് സിനിമയ്ക്ക് ഒരു പോസിറ്റീവ് റിവ്യൂ ഒക്കെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഷോസുകളൊക്കെ കൂട്ടിയിട്ടുണ്ട്. രണ്ടാം ദിനമായ ഇന്ന് സിനിമയ്ക്ക് കളക്ഷൻ നേരിയ ചാൻസ് കൂടാൻ സാധ്യതയുണ്ട്. ഇന്നലെ റിലീസ് ചെയ്ത മറ്റൊരു മലയാള സിനിമയാണ് SN സ്വാമി തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുകയും ധ്യാൻ ശ്രീനിവാസൻ നായകനായി വന്ന സീക്രട്ട് എന്ന സിനിമ. സിനിമയ്ക്ക് മിക്സ്ഡ് റിവ്യൂസ് ആണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ബിലോ ആവറേജ് റിവ്യൂസ് ഒക്കെയാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ധ്യാൻ ശ്രീനിവാസന്റെ മറ്റൊരു ഡിസാസ്റ്ററായി മാറിക്കഴിഞ്ഞു സീക്രട്ട് എന്ന് പറയുന്ന സിനിമ. പുതുപുത്തൻ സിനിമാ വാർത്തകൾ അറിയുന്നതിന് വേണ്ടിയും കളക്ഷൻ അപ്ഡേറ്റുകൾ അറിയുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക.